വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹനില. അപ്പോൾ ഞാൻ ഇന്നൊരു കമൻറ്റിൻ്റെ റീപ്ലൈ തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ കമൻറ്റ് എൻ്റെ സ്ഥിരം വ്യൂവറാണ്, ജോയൽ ജാക്കോബ്. ഞാനൊരു ബ്രേസറുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേക്കപ്പിനെ കുറിച്ച് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു. മേക്കപ്പിനെ കുറിച്ച് ഞാൻ പറയാം. ഇപ്പോൾ ഇതുപോലെ ഒരാൾ മേക്കപ്പിൻ്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞ്, സാരി ഡ്രേപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറഞ്ഞ് ഞാൻ ചെയ്യുന്നൊരു മേക്കപ്പ് ഒരു റീൽസായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ മേക്കപ്പിൻ്റെ കാര്യങ്ങൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇദ്ദേഹം ഉദ്ദേശിച്ചത് ഈ ബ്രേസറിൻ്റെ ഏതൊക്കെ ടൈപ്പ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞതുപോലെ എന്തൊക്കെയാണെന്നാണ് ഉദ്ദേശിച്ചത് ഞാൻ കരുതുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മേക്കപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പലരും പല രീതിയിലാണ് മേക്കപ്പ് ചെയ്യാറ്. അപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊന്നും അധികം യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഓഫീസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ ത്രെഡ് ചെയ്തത്. അത് എൻ്റെ ഒരു ഫ്രണ്ട് നിർബന്ധിച്ചിട്ട് ത്രെഡ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഫെമിനിറ്റി വന്നു. ത്രെഡ് ചെയ്യുക അത് നല്ലൊരു കാര്യമാണ്. പിന്നെ എന്താ പറയുകയാണെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇടാം. ഞാൻ ലൈറ്റായിട്ട് ഇടാറുള്ളൂ, ചിലവർ ഡാർക്കായിട്ട് ഇടും, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. പിന്നെ മൂക്കുത്തി ഇടുക, കമ്മലിടുക, സെക്കൻഡ് സ്റ്റഡ് ഇടുക, ഇതൊക്കെ ഞാൻ ചെയ്യാറ്. ഇതിപ്പോൾ അയച്ചു വെച്ചിരിക്കുകയാണ്. മാല ചെറിയ, അതായത് ഒറ്റ വളയിടുക, കാലിൽ പാദസരം ഇടും. ഇതാണ് ഒരു ഫെമിനിറ്റി. അതായത് നോർമൽ ഒരു പെണ്ണിൻ്റെ പോലെയാണ് ഞാൻ നടക്കാറ്. ഫേസിൽ വേറെ കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുന്ന രീതിയിലാണെങ്കിൽ ഫേസിൽ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. പിന്നെ ഫേസിൽ ഇങ്ങനെ ഫൗണ്ടേഷൻ ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ചില വ്യക്തികൾ ഇങ്ങനെ BB ക്രീം അങ്ങനെ ഒരു ക്രീം മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ വേറെ BB അങ്ങനെ എന്താ കുറേ ഇതുണ്ട്, ക്രീം ഉണ്ട്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അത് ഈ മോയ്സ്ചറൈസിങ്ങിൻ്റെയും സൺസ്ക്രീനിൻ്റെയും മുകളിലിടുന്നതാണ്. ചിലവരിങ്ങനെ ഫൗണ്ടേഷൻ, ബ്ലഷ് അങ്ങനെ കുറേ ഐറ്റങ്ങൾ യൂസ് ചെയ്യും. എനിക്ക് മേക്കപ്പിനെ കുറിച്ച് അറിയില്ല, അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട്. എപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിലൊരു നാച്ചുറൽ ലുക്കാണ് കുറച്ചുകൂടെ നല്ലത്. ഇപ്പം ഞാനെന്ന് പറയുമ്പോൾ സാധാരണ പെൺപിള്ളേരെ പോലെ ഇപ്പോൾ കണ്ണും താഴെയും മുകളിൽ എഴുതുക, അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഞാൻ അങ്ങനെ എഴുതാറ്. പൊട്ടി വയ്ക്കുക, കമ്മൽ, വള, മാല അതൊക്കെ ഓവറായിട്ട് ഇടണ്ട, ഒറ്റ വളകളൊക്കെ ഇടാറ്. അപ്പോൾ അങ്ങനെ ചെയ്യുക. അതുപോലെ തല ഇങ്ങനെ കെട്ടുക. ഞാനിപ്പോൾ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് കെട്ടാറുണ്ട്. സാധാരണ ഞാനിങ്ങനെ രണ്ട് സൈഡ് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യും. എന്നിട്ട് ഇപ്പം എനിക്ക് മുടി ഇത്രയേ ഉള്ളൂ, അപ്പം ഞാൻ ഇങ്ങനെ വെച്ചിട്ടാണ് നടക്കാറ്. തലയൊക്കെ കെട്ടുമ്പോൾ ഒരു പെണ്ണിൻ്റെ ലുക്ക് ഉണ്ടാവും. പിന്നെ ചില സമയത്തെന്ന് പറയുമ്പോൾ ക്ലിപ്പൊന്നും ഇടൂല, ഇങ്ങനെ സൈഡിലൊക്കെ ഓരോ ഡ്രസ്സിനനുസരിച്ച് ഞാൻ സൈഡിലോട്ട് ചീകി വയ്ക്കും. അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഡാൻസിന് പോകുമ്പോൾ ചിലവരൊക്കെ വിഗ് വെക്കുന്നവരാണ്. അപ്പോൾ അവരെന്നെ അങ്ങനെ മോട്ടിവേഷൻ ചെയ്യുമ്പോൾ ഞാൻ ഒരു ദിവസമൊക്കെ ഞാൻ അങ്ങനെ വിഗൊക്കെ വെച്ചിട്ട് പോകും. ഞാൻ വിഗ് വെച്ച സമയത്ത് എല്ലാവരും നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ പിന്നിയിട്ടിട്ട് പോയി ക്ലാസിക്കൽ പഠിക്കുന്ന സമയത്ത്. ഹോസ്റ്റലുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും ക്ലാസ്സിലുള്ളവരാണെങ്കിലും നന്നായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല അങ്ങനെ പിന്നിടുന്ന സമയത്ത്. പിന്നെ ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ വിരിച്ചിടുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അതാണ് ഇഷ്ടം. എൻ്റെ ഓൾറെഡി അങ്ങനെ ആയിരുന്നു മുടി. കാരണം നമ്മളിങ്ങനെ മുടി വിരിച്ചിടുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഫെമിനിറ്റി ഉണ്ടാവും. നമ്മളിങ്ങനെ കെട്ടുമ്പോൾ കുറച്ചൊരു ട്രാൻസിൻ്റെ ലുക്ക് വരും, ഇങ്ങനെ ഫുള്ള് പിടിച്ച് കെട്ടുമ്പോൾ. പക്ഷേ ഇങ്ങനെ കെട്ടുമ്പോഴാണ് നമുക്കൊരു ഒതുക്കം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇപ്പം മുടി വിരിച്ചിടുമ്പോൾ പറന്ന് കണ്ണിൽ ഇങ്ങനെ തട്ടും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. ഒറിജിനൽ മുടിയുള്ള സമയത്താണ് ഞാൻ പറയുന്നത്. അപ്പം കെട്ടി വയ്ക്കുമ്പോഴാണ് നല്ലത്. എല്ലാം ഇപ്പം വീട്ടിലാണെങ്കിലും മുടി കെട്ടി വയ്ക്കാൻ പറയും. അമ്മയ്ക്ക് മുടി കെട്ടി വയ്ക്കുന്നതാണ് ഇഷ്ടം. ഞാനിപ്പോൾ ഇങ്ങനെ കെട്ടിയാലും ഇങ്ങനെയുള്ള ഡ്രസ്സുള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷെ നമ്മളിങ്ങനെ കെട്ടുമ്പോൾ ഒരു ട്രാൻസിൻ്റെ ലുക്ക് ഉണ്ടാവും ചില സമയത്തൊക്കെ. അപ്പോൾ മാക്സിമം നമുക്ക് ഇങ്ങനെയുള്ള ഹെയർ സ്റ്റൈൽസ് ആയിരിക്കും. ഇങ്ങനെ ചെവിയൊക്കെ മറന്ന് ചിന്നൊക്കെ മറയുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈൽസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഫെമിനിറ്റി ഉണ്ടാവും. ഒരു ട്രാൻസായിട്ട് അത്ര പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യില്ല. കുറച്ച് നമ്മൾ ഹെയറിലൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇടുന്ന ടൈപ്പ്. ഞാൻ അങ്ങനെ ഇടാറ്. അപ്പോൾ കുറച്ചുകൂടെ ഫെമിനിറ്റി തോന്നുമ്പോൾ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യില്ല. പിന്നെ ഇപ്പം അങ്ങനെ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്താലും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ സാധാരണ സ്ത്രീകളെ പോലെ ഇങ്ങനെ കെട്ടാറുണ്ട്.
ഇങ്ങനെ കെട്ടും. വീട്ടിലാണെങ്കിൽ ഇങ്ങനെ കെട്ടാറുണ്ട്. അപ്പം നമ്മളുടെ ഓരോ സമയത്തെ മൂഡ് പോലെ ഇപ്പം എനിക്ക് ഇങ്ങനെ ആരും തിരിച്ചറിയരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫെമിനിറ്റി തോന്നുമ്പോൾ ആ രീതിയിലൊക്കെ ഹെയർ സ്റ്റൈല് ഞാൻ വെക്കാറുണ്ട്. നമുക്ക് ഹെയർ സ്റ്റൈലിൽ തന്നെ പല രീതിയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഫെമിനിറ്റി വരും. അങ്ങനെ പിന്നെ നമുക്ക് അതിൻ്റെ ടിപ്സുകൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹെയർ ഇത്രയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിപ്പ് എക്സ്റ്റൻഷൻ, ഇപ്പോൾ എൻ്റെ ഇങ്ങനെ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് നമുക്ക് എക്സ്ട്രാ ക്ലിപ്പ് എക്സ്റ്റൻഷൻ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഹെയറിൽ തന്നെ നമുക്ക് എക്സ്റ്റൻഷൻ കിട്ടും. അതായത് അതിൻ്റെ പേരെനിക്കറിയില്ല. ക്ലിപ്പ് അല്ലാതെ നമുക്ക് ഉള്ളിൽ ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ, ഇപ്പം നമ്മൾ മുടി ഈ ഒരു ഭാഗം ഇങ്ങനെ എടുത്തിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ വെക്കാം, ടിക് ടാക്ക് പോലെ. എന്നിട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലെങ്ത്തിൽ, എത്ര ലെങ്ത്തിൽ വേണമെങ്കിലും വെക്കാം. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ഒരു 1000-2000 വരും, 4000-ൻ്റെ ഉള്ളിൽ വരും. ലെങ്ത്തിനനുസരിച്ച് എമൗണ്ടാണ്, 10,000 അങ്ങനെയൊക്കെ വരും. പിന്നെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ മുടിയാണെങ്കിൽ 10-20 വരും. അതായത് സ്റ്റാർട്ടിങ് ഒരു 5000 ഉണ്ടാവും തോന്നും ഒറിജിനൽ. ലെങ്ത്തിനനുസരിച്ചാണ് അവർ മുടി വാങ്ങിക്കുക. അങ്ങനെ എക്സ്റ്റൻഷൻ ഉണ്ടാവും. പിന്നെ കൊണ്ട എക്സ്റ്റൻഷൻ ഉണ്ടാവും, അതൊക്കെ വില കുറവായിരിക്കും, കൊണ്ട ചുറ്റിയിട്ടുള്ളത്. പിന്നെ വേണമെങ്കിൽ ഇങ്ങനെയുള്ള സമയത്താണെങ്കിൽ ബണ്ണ്, നമ്മൾ ഡാൻസിനൊക്കെ വട വെച്ച് കിട്ടില്ല, അതുപോലെ ഇപ്പോൾ ബണ്ണ് കിട്ടും. ബണ്ണ് വെച്ചിട്ട് അങ്ങനെ കൊണ്ട, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുടി തോന്നിക്കും. പിന്നെ ക്ലിപ്സ് ഉണ്ട്, നമുക്ക് ഹെയറിൽ തന്നെ ഇങ്ങനെ മുടി തോന്നിക്കുന്ന രീതിയിൽ ക്ലിപ്സ് ഉണ്ട്. അതും എനിക്ക് വെച്ചാലും കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും, നമുക്ക് മുടി ഉള്ളതായിട്ട് തോന്നിക്കും. പൂവൊക്കെ ആയിട്ടുള്ള രീതിയിൽ മോഡൽ ബ്ലാക്കിൽ തന്നെ ഉണ്ടാവും, പല കളറിലുണ്ടാവും. അങ്ങനെ ക്ലിപ്സ് യൂസ് ചെയ്യാം, അപ്പോൾ നമുക്കൊരു ഫെമിനിറ്റി തോന്നും. മേക്കപ്പിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ലുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കുക. പിന്നെ ഓരോരുത്തരുടെ ഓരോ ഇഷ്ടം. ചിലവരിങ്ങനെ നല്ല ലിപ്സ്റ്റിക് ഇട്ട് നല്ല ബ്ലഷൊക്കെ ചെയ്ത് ഫൗണ്ടേഷനൊക്കെ ആയിട്ട് പുട്ടിയടിക്കാന്ന് ഞാൻ പറയും, പുട്ടിയടി കൂടുതലായിരിക്കും. പക്ഷെ അവർക്ക് അതാണ് ഇഷ്ടം, അവർക്കതാണ് ഭംഗി. പക്ഷെ എൻ്റെ ഒരു അറിവിൽ പുട്ടി അടിക്കുന്നവരാണെങ്കിലും ഭംഗിയുള്ളവരുണ്ട് കേട്ടോ, എനിക്ക് അറിയുന്നവരെ ഡാൻസ് പഠിക്കുന്നതിൽ തന്നെ. അപ്പോൾ നമ്മളുടെ ഫേസിന് ചേരുന്ന രീതിയിൽ പുട്ടി അടിക്കുക, ഒരുപാട് അടിക്കരുത്. പിന്നെ നമ്മളുടെ ഇപ്പോൾ ഡാൻസിനൊക്കെ വരുമ്പോൾ ചെയ്യാം, ഡാൻസ് പഠിക്കുന്ന സ്ഥലത്തൊക്കെ എല്ലാവരും ഏകദേശം ഒരുപോലെ ട്രാൻസിൻ്റെ ഇടയിലേക്ക് ആകുമ്പോൾ ചെയ്യാം. ഇപ്പം ഞാൻ ഓഫീസ് വർക്കാണ്, അവിടെ ഫുള്ള് സ്ത്രീകളാണ്, അപ്പോൾ ഞാൻ ആ രീതിയിലേ പോവാറുള്ളൂ. പുട്ടിയടിയൊന്നും എൻ്റെ ലൈഫിൽ ഞാൻ ഇല്ല, എനിക്കൊന്നാമത് അറിയില്ല എന്തൊക്കെ ചെയ്യേണ്ടതെന്ന്. ആകെ ഞാൻ സൺസ്ക്രീനും മോയ്സ്ചറൈസിങ്ങൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ യൂട്യൂബിലെ മേക്കപ്പ് വീഡിയോസൊക്കെ നോക്കും. അപ്പോൾ എന്നോട് പെണ്ണുങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് മേക്കപ്പ് ചെയ്യാനായിട്ട്. പക്ഷേ മേക്കപ്പൊക്കെ ചെയ്താൽ നമ്മൾ ട്രാൻസായിട്ട് തോന്നി, എനിക്ക് അങ്ങനെ ഒരു ഫീലാണ്. നോർമലായിട്ട് നടക്കുമ്പോൾ നമ്മൾ അങ്ങനെ ആരും ശ്രദ്ധിക്കില്ല. ഇങ്ങനെ ഒരുങ്ങി നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറകെ ശല്യങ്ങൾ വരും. അപ്പോൾ നമുക്ക് അങ്ങനെ വരുന്നതിൽ പ്രശ്നമൊന്നുമില്ല. എന്നിരുന്നാലും എനിക്കങ്ങനെ ഇഷ്ടമല്ല, ഞാനിങ്ങനെ ആരും മൈൻഡ് ചെയ്യാനൊന്നും നടക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ സൈറ്റ് അടിയും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങളും അട്രാക്ഷനും അങ്ങനെയൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ അധികം ആരും മൈൻഡ് ചെയ്യില്ല, എന്നിരുന്നാലും ശ്രദ്ധയിൽപ്പെടുമ്പോൾ നോക്കാറുണ്ട്, അങ്ങനെയാണ്. അപ്പം എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല, ഇങ്ങനെ ബ്ലഷൊക്കെ ചെയ്ത് ഒരുപാട് ഫേസിൽ കാര്യങ്ങൾ അപ്ലൈ ചെയ്യണമെന്ന് ഇഷ്ടമല്ല. പിന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ്, മേക്കപ്പ് വീഡിയോസ്, സിമ്പിൾ മേക്കപ്പ് വീഡിയോസ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ മേക്കപ്പിൻ്റെ കാണും. അതായത് ഏറ്റവും പ്രോഡക്റ്റ് കുറവ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഭംഗിയാക്കാനായിട്ട് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഫേസിൽ തന്നെ ആദ്യം ചെറിയ ചെറിയ മേക്കപ്പ്, ബിഗിനിങ് ആയിരിക്കുമ്പോൾ ചെറിയ ചെറിയ മേക്കപ്പ് ചെയ്യുക. ഇപ്പം ലിപ്സ്റ്റിക് ആണെങ്കിൽ ചിലവർക്ക് ഡാർക്ക് ആയിരിക്കും നല്ലത്, ലിപ്പ് ലൈനർ ഇടുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. കണ്ണ് എഴുതിയിട്ട് മസ്കാര ഇടുമ്പോൾ കുറച്ച് ഭംഗിയായിരിക്കും. ചിലവർ പുരുകമൊക്കെ വരയ്ക്കും, എനിക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ല, നല്ല കട്ടിയും കറുപ്പുമാണ്, അതുകൊണ്ട് എനിക്ക് പുരുകത്തിനൊന്നും ചെയ്യണ്ട. അതുപോലെ പൊട്ട് പല രീതിയിലുള്ളത് വെച്ച് നോക്കുക, കമ്മൽ ചെറുതും വലുതൊക്കെ ഇട്ട് നോക്കുക, സെക്കൻഡ് സ്റ്റഡ് കുത്തുക, മൂക്കുത്തി കുത്തുക, അപ്പോൾ കുറച്ച് ഫെമിനിറ്റി ആവും. ഫേസിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ വള മാലയാണെങ്കിൽ ചെറിയ ചെയിൻ, ഇതൊക്കെയാണ് നമുക്കൊരു പെണ്ണിൻ്റേതായ ലുക്ക് വരിക. ചിലവർക്ക് വലിയ മാലയായിരിക്കും, അപ്പോൾ എല്ലാം ഇട്ട് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് അറിയാം. ഓവർ ആവാൻ പാടില്ല എന്ന് മാത്രം. ഇപ്പം പണ്ട് തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഭിക്ഷാടനം, സെക്സ് വർക്കിനൊക്കെ ചെയ്യുന്നവർ മാല, വള അതൊക്കെ ഒരുപാടായിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ഒരു സാഹചര്യത്തിനനുസരിച്ച്. ഞാൻ ഓൾറെഡി ഒരു ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞു, അമർ അക്ബർ അന്തോണി ആ സിനിമയിൽ സർവാണി ഇട്ടുകൊണ്ട് അമ്മയെ കാണാൻ വരും, അതുപോലെ ആവരുത്. നമ്മളുടെ സാഹചര്യം, നിങ്ങൾ എൻ്റെ ജോലി എന്താണ്. ഇപ്പോൾ നിങ്ങളൊരു പാൽക്കരിയാണ്, കുറേ ആഭരണം ഇട്ട് പുട്ടി അടിച്ചിട്ട് പോയി കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങളൊരു മീൻ കച്ചവടക്കാരിയാണ്, അല്ലെങ്കിൽ പത്ര കച്ചവടക്കാരിയാണ്,
അങ്ങനെ നിങ്ങളുടെ ജോലിക്കനുസരിച്ച് നമ്മളുടെ അതനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഫംഗ്ഷൻ അനുസരിച്ച് ഇപ്പോൾ ഒരു കല്യാണമാണെങ്കിൽ കല്യാണ പെണ്ണാണ് ഒരുങ്ങി നിൽക്കുക, നമ്മൾ കല്യാണ പെണ്ണിനെ പോലെ ഒരുങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ യുക്തിപൂർവ്വം മേക്കപ്പ് ഇടുക. ഡെയിലി മേക്കപ്പ് ഡെയിലി യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഇത് കൂടുതലാണ് കുറവാക്കണം, അല്ലെങ്കിൽ ഇത് കുറവാണ് കൂടുതലാക്കണം, നമുക്ക് മൈൻഡിൽ വരും. അപ്പം അങ്ങനെ നമ്മൾ ചെയ്ത് നിങ്ങൾ ഈ മേക്കപ്പിൻ്റെ വീഡിയോസ് തന്നെ യൂട്യൂബിൽ അടിക്കുക. അപ്പോൾ കുറേ മേക്കപ്പിൻ്റെ വീഡിയോ കിട്ടും. എൻ്റെ മേക്കപ്പ് ഇതാണ്, കണ്ണെഴുതുക, പൊട്ട് വയ്ക്കുക, അതൊക്കെ തന്നെയാണ്. ഞാൻ അതൊന്നും എഴുതാതെ നടക്കുന്നതുകൊണ്ട് ഞാൻ എപ്പോഴെങ്കിലും പൊട്ട് വെച്ച് കണ്ണെഴുതി കഴിഞ്ഞാൽ ചേച്ചി നല്ല ഭംഗിയുണ്ട് എന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ മുടി എപ്പോഴും ഇങ്ങനെ നടക്കുമ്പോൾ, ഒരു ദിവസം വിഗ് വെച്ച് നടക്കുമ്പോൾ നല്ല ഭംഗിയാണെന്ന് പറയും. അപ്പോൾ മാല ഞാൻ അങ്ങനെയൊന്നും ഇടാറില്ല. അപ്പോൾ കുറച്ച് ഡെവലപ്പായിട്ടുള്ള മാലയൊക്കെ ഇടുമ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ കമ്മൽ, ചെറിയ കമ്മലിടുമ്പോൾ, കുറച്ച് വലിയ കമ്മലൊക്കെ ഇടുമ്പോൾ കുറച്ച് നല്ലതാണെന്ന് പറയും. ഇത് നന്നായിട്ടുണ്ട് ഈ ഡ്രസ്സിന് അല്ലേ. അങ്ങനെ എൻ്റെ കയ്യിൽ മാല വളയൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ അതെ നമുക്ക് കുറച്ച് ഫേസിലൊരു മാറ്റം വന്നല്ലേ ഈ കമ്മൽ വെച്ചപ്പോൾ തന്നെ. അങ്ങനെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ മാറ്റി യൂസ് ചെയ്ത് നോക്കുക. മേക്കപ്പിൻ്റെ പ്രത്യേകിച്ച് ടിപ്സ് ഞാൻ മേക്കപ്പിലുപരി ഞാൻ ഇതൊരു ട്രാൻസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ് എത്രത്തോളം ഫെമിനിറ്റി, അതായത് വരണം, പിന്നെ എത്രത്തോളം പെണ്ണിനെ പോലെ ഉണ്ടാവണം എന്നാണ്. സാധാരണ ഒരു പെണ്ണിനെ പോലെ നമ്മളും ആവണം, അല്ല നമ്മൾ ഓവറാണെന്നുള്ള രീതിയിൽ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുക. പിന്നെ ചിലവർക്ക് ഇപ്പം മേക്കപ്പ് ഇട്ടാലും നല്ല ഭംഗിയുള്ളവരുണ്ട്. ഇപ്പം എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അവർ മേക്കപ്പ് ഇട്ടാലും അത് ഓവറല്ല, അവൾക്കത് വേണം. ആ രീതിയിൽ ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട്, പെണ്ണുങ്ങളും ഉണ്ട്. ഇപ്പോൾ ഓവർ മേക്കപ്പ് ഇടുന്നവരുണ്ടാകും, ചിലപ്പോൾ അവർക്ക് അതായിരിക്കും ഇഷ്ടം, അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ അവർക്കത് അറിയാത്ത കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ അറിയാത്തത് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ ഇഷ്ടമാണ്, അത് അക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണോ. ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതായിരിക്കും ഇഷ്ടം, റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടം ഓവർ മേക്കപ്പാണ്, അവരുടെ മനസ്സിൻ്റെ സന്തോഷം അതാണെങ്കിൽ അവരത് ചെയ്തോട്ടെ. അപ്പോൾ അത് അവരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ എനിക്ക് മേക്കപ്പ് ഇഷ്ടമല്ലാത്ത പോലെ ചിലർക്ക് മേക്കപ്പ് ആയിരിക്കും ഇഷ്ടം. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ചെയ്യുന്നവർ ചെയ്യാം. അപ്പം എൻ്റെ രീതിയിൽ ഇപ്പം എൻ്റെ വീഡിയോസ് കാണും, ഇപ്പം എന്നെ പോലെ ആവണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആ രീതിയിൽ ചെയ്യാം. ഞാൻ ഇനി ഭാവിയിൽ ഒരു മേക്കപ്പൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ ഭാവിയിൽ മേക്കപ്പൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു കാലം വരുമ്പോൾ ഞാൻ അറിയുന്ന സമയത്ത് ടിപ്സുകൾ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ട് മേക്കപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ദിവസം, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ആരെങ്കിലും വെച്ചിട്ട് വീഡിയോ ചെയ്യാം. പക്ഷെ അത് ഏതൊരു കലയാണെങ്കിലും അതിൽ കുറേ പഠിക്കാനുണ്ടാവും. അതാണ് അതിൻ്റെ ഒരു മെയിൻ. അപ്പോൾ എനിക്ക് മേക്കപ്പിനെ കുറിച്ച് വലുതായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. ഒരു ട്രാൻസിൻ്റെ ഒരു വീഡിയോ ആയതുകൊണ്ട് ട്രാൻസിൻ്റെ ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ളൊരു, അല്ലെങ്കിൽ അവർ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴുള്ളൊരു ചോദ്യത്തിൻ്റെ ആൻസറാണ്. ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചാൽ നമുക്ക് കുറച്ച് ടിപ്സ്, നമ്മൾ കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കുക. ട്രാൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് തന്നെ ഉണ്ടാവും നിങ്ങൾക്ക്, അവരുടെ കൂടെ പോവുക, അവർ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ആ പ്രോഡക്റ്റ് ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഞാൻ കേട്ടിരിക്കുന്നത്, ഞാനിതുപോലെ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ വലിയ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മേക്കപ്പിന് വേണ്ടിയിട്ട് തന്നെ ഒരു സെയിൽസ് ഗേൾ ഉണ്ടാവില്ല, അവരുടെ അടുത്ത് ചോദിക്കുക എൻ്റെ സ്കിന്നിന് പറ്റിയ ഫൗണ്ടേഷൻ ഏതാണ്, എങ്ങനെയാണ് മേക്കപ്പ് തുടങ്ങേണ്ടത് ചോദിച്ചാൽ അവർ പ്രോഡക്റ്റ് കറക്റ്റായിട്ട് സജസ്റ്റ് ചെയ്ത് തരും. പിന്നെ നമ്മൾ യൂസ് ചെയ്ത് നമുക്കൊരു ഐഡിയ വരും. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ അവർ വാങ്ങിക്കുന്നതൊക്കെ നോക്കി വെക്കുക, എന്നിട്ട് അതൊന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് മേക്കപ്പ് യൂസ് ചെയ്യാൻ ഒന്നാമത് പേടിയാണ്. പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡോക്ടർ തന്നതാണ് സൺസ്ക്രീനും സൺബ്ലസ്സും. മറ്റുള്ളവർ അവർ യൂസ് ചെയ്യും. കാരണം എൻ്റെ ഫേസിൽ ഞാൻ പുതിയൊരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പരസ്യം കണ്ടിട്ടല്ലേ വാങ്ങുന്നത്. അപ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് മൗത്തിൽ കുരുക്കളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും വരുമോ എന്നുള്ളൊരു ചെറിയൊരു പേടിയാണ്. അതെൻ്റെ തോന്നലായിരിക്കാം. ചിലവർക്ക് അങ്ങനെ ഉണ്ട്, ഫേസിൽ ഫുള്ള് ചൊറിച്ചിലൊക്കെ വരുന്നു കുറേ നാൾ യൂസ് ചെയ്യുമ്പോൾ കേട്ടോ. അങ്ങനെ പിന്നെ എനിക്ക് മേക്കപ്പിൻ്റെ ആവശ്യം വേണമെന്നില്ല. ഇനിയിപ്പോൾ കുച്ചിപ്പുടി പഠിക്കുന്നുണ്ട്, ദൈവം സഹായിച്ചിട്ട് അരങ്ങേറ്റത്തിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്കൊരു കുച്ചിപ്പുടി സ്റ്റൈലിൽ ഇങ്ങനെ മേക്കപ്പ് ചെയ്യുമല്ലോ, ഡാൻസിൻ്റെ മേക്കപ്പ്, അതൊരു ആഗ്രഹമുണ്ട്. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഞാൻ മേക്കപ്പ് വേറെ ചെയ്തിട്ടില്ല. പണ്ട് ഞാൻ മെയിൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ളപ്പോൾ ഡ്രാമയ്ക്കൊക്കെ പോകുമായിരുന്നു. അന്നും ഈ പറഞ്ഞ പോലെ പുട്ടി അടിച്ച് തരും അവർ.
ആണാണെങ്കിലും ലിപ്സ്റ്റിക്കും മറ്റുമൊക്കെ. കാരണം ആ ലൈറ്റിൽ പൊട്ടിയടി ഉണ്ടെങ്കിലേ കാണുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ മേക്കപ്പ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യും, ഞാൻ തേച്ച് തരട്ടെ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ മിക്കപ്പോഴും അവോയ്ഡ് ചെയ്യും. അങ്ങനെ ഡാൻസിന് വേണ്ടിയിട്ടൊക്കെ ഈ മേക്കപ്പ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഡെയിലി ലൈഫിൽ മേക്കപ്പ് ഇല്ല. ഇങ്ങനെ റിയാലിറ്റിയോടുകൂടെ നടക്കുന്നത് തന്നെയായിരിക്കും നിങ്ങൾക്കും എനിക്കും ഭംഗി എന്ന് ഞാൻ കരുതുന്നു. പിന്നെ നമ്മൾ കുറച്ച് ബ്യൂട്ടി ആയാൽ നമ്മൾ 4 പേര് നോക്കും. ഇപ്പോൾ പൊതുവേ ഇപ്പോൾ ട്രാൻസ് ആണെങ്കിലും 4 പേര് നോക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ അങ്ങനെ ഒരാൾ എന്നെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വസ്ത്രം ധരിക്കാറില്ല. എനിക്കിഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കും. കൂടുതൽ ആൾക്കാരും മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വസ്ത്രം ധരിക്കുന്നത്. അപ്പം ഞാൻ എനിക്കിഷ്ടമുള്ള വസ്ത്രം ഞാൻ കുറച്ച് സുന്ദരി ആവണം എന്നുള്ള രീതിയിൽ മാത്രമേ ചെയ്യാറുള്ളൂ. എനിക്ക് ഡിപ്രഷൻ വന്നാൽ ഞാൻ ഒന്നും ചെയ്യാറില്ല. എനിക്ക് ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഒരുങ്ങും. അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ സെൽഫ് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പുറത്ത് പോവുകയാണെങ്കിൽ ഞാൻ ആരെയും അങ്ങനെ വായി നോക്കാൻ നിൽക്കില്ല. എന്നാലും നമ്മളുടെ മൈൻഡിൽ പല ടെൻഷനും പല കാര്യങ്ങളുമാണ്. ചില സമയത്ത് നമ്മൾ വായി നോക്കി പോവും. പക്ഷെ അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.